ദുബായിൽ വെച്ച് രേണുസുധിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചുവെന്ന റിപ്പോർട്ടുകൾ പ്രചരിച്ചു തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെയായി. എന്നാൽ വാർത്തയുടെ പിന്നിലെ സത്യാവസ്ഥ രേണു ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുമില്ല. ദുബായിൽ പോയി സ്ഥിരീകരിച്ചുവെന്നത് കെട്ടിച്ചമച്ച കഥയാണെന്ന് പുതിയ അഭിമുഖത്തിൽ രേണു പറയുന്നുണ്ട്. അസുഖം ബാധിച്ച് കിടന്നാൽ തന്നെപ്പറ്റി നെഗറ്റീവ് പറഞ്ഞ ആരോടും സഹായം ചോദിക്കില്ലെന്നാണ് രേണു പറയുന്നത്. ഏറ്റവും വലുത് മരണമാണ്. അതിലും കഠിനമാണ് ക്യാൻസർ പോലുള്ള രോഗാവസ്ഥ. ആശുപത്രികളിൽ പോയി നോക്കിയാൽ അറിയാം. ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞു മക്കൾക്ക് വരെ ഈ അസുഖം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാൻസർ പോലുള്ള അസുഖം ആർക്കെങ്കിലും പിടിപെടരുതെന്ന് കേട്ടാൽ ആഘോഷിക്കുകയല്ല, മറിച്ച് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെയുള്ള രോഗം പിടിപെട്ട് ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. എൻ്റെ കാര്യം ഞാൻ പ്രേക്ഷകരോട് വന്ന് പറഞ്ഞിരിക്കും. അല്ലാതെ അവരും ഇവരും പറഞ്ഞതല്ല നിങ്ങൾ അറിയേണ്ടത്. ദുബായിൽ നിന്ന് രോഗം സ്ഥിരീകരിച്ചു എന്നതെല്ലാം പച്ചക്കള്ളമാണ്. റീച്ചിന് വേണ്ടി അവർ പലതും പറയും. രോഗം വെച്ച് ഒരു മനുഷ്യരും ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഈ വാർത്തകൾ കണ്ട് എന്നെ ഒരുപാട് പേർ വിളിച്ചിട്ടുമുണ്ട്. സത്യാവസ്ഥ ചോദിച്ചു. അതിനുള്ള കൃത്യമായ മറുപടി ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു അസുഖത്തെപ്പറ്റി പറയാനുണ്ടെങ്കിൽ എൻ്റെ പ്രേക്ഷകരുടെ അടുത്ത് വന്ന് ഞാൻ പറഞ്ഞിരിക്കും. വ്ളോഗേഴ്സ് പറയുന്നതല്ലോ നോക്കേണ്ടത്. എയ്ഡ്സിനെ പറ്റി ഇവർ പറയുന്നില്ല, ക്യാൻസറിനെ പറ്റിയാണ് പറയുന്നത്. മുമ്പും എനിക്ക് എതിരെ ആരോപണങ്ങൾ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് പ്രതികരിക്കാൻ സമയമായതായി തോന്നിയിട്ടില്ല. അവരുടെ മനസ്സിലെ ദുഷ്ടചിന്തകൾ കൊണ്ടാണ് ക്യാൻസർ ആണെന്ന് പറയുന്നത്. എനിക്ക് ക്യാൻസർ ആണെന്ന് എവിടെയും ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. ദുബായിൽ പോയി സ്ഥിരീകരിച്ചുവെന്നത് കെട്ടിച്ചമച്ച കഥയാണ്. കുറച്ച് ദിവസങ്ങളായി പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ക്യാൻസർ ആണെങ്കിലും അല്ലെങ്കിലും എന്നെപ്പറ്റി നെഗറ്റീവ് പറഞ്ഞു നടക്കുന്ന ആരുടെയും സഹായം എനിക്ക് വേണ്ട. ചത്തുപോയാൽ പൊയ്ക്കോട്ടെ എന്ന് വെക്കണം. രോഗിയുടെ വിവരങ്ങൾ പുറത്തുവിടുന്നത് ആശുപത്രി അധികൃതർ ചെയ്ത തെറ്റ്. അവർ കച്ചവടമാക്കി. രോഗവിവരം ഒരാളുടെ പ്രൈവസിയല്ലേ. 40നും 50നും വയസ്സിനിടയിലുള്ള ബ്രസ്റ്റ് ക്യാൻസർ സാധ്യതയുണ്ടെന്ന് പരിശോധിക്കണം. ഞാനും ഇടയ്ക്ക് ചെക്ക് ചെയ്യാറുണ്ട്. അസുഖവിവരം ആഘോഷിക്കുന്നത് തെറ്റാണ്. ഇത് വിറ്റിട്ട് കാശുണ്ടാക്കിയാൽ അത് നല്ലതായി നിങ്ങൾക്ക് ഭവിക്കില്ല. ഇത്രയും നാൾ എന്നെ വിറ്റ് കാശ് സമ്പാദിച്ചല്ലോ, രേണു ചോദിച്ചു. ശ്രുതിയുള്ളതുകൊണ്ടാണോ ഇവന്മാരെല്ലാം എന്നെ വിറ്റ് കാശുണ്ടാക്കുന്നത്? അങ്ങനെ നോക്കുമ്പോൾ ഇവന്മാരല്ലേ ശ്രുതിയെ വിറ്റ് കാശുണ്ടാക്കുന്നത്. ശ്രുതിയുടെ 3ാമത്തെ ആണ്ടാണ് വരാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം ശ്രുതിയുടെ ആണ്ടാണ് വരണമെന്ന് പറഞ്ഞതിന് ഞാൻ ഒരുപാട് സൈബർ ബുള്ളിങ് അനുഭവിച്ചിട്ടുണ്ട്. ഈ വർഷം ഒരു ചടങ്ങും നടത്തുന്നില്ല. എനിക്ക് എന്തെങ്കിലും അത്യാവശ്യം കാണുമായിരിക്കും. ഞാൻ അന്നേ ദിവസം വീട്ടിലുണ്ടെങ്കിൽ സെമിത്തേരിയിൽ പോയി തിരികത്തിച്ച് പ്രാർത്ഥിക്കും. അതുപോലെ അനാഥാലയത്തിൽ ഭക്ഷണം വിതരണം ചെയ്യും. ഒരു നേരത്തെ ആഹാരം അവർക്കൊപ്പം ഇരുന്ന് കഴിക്കും. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. സബ്സ്ക്രിപ്ഷനും ചെയ്യാൻ പറ്റില്ല, വയറും കാണിക്കാൻ പറ്റില്ല. ബാക്കിയുള്ളവർക്ക് എല്ലാം ചെയ്യാം. അവർക്കൊന്നും ഒരു കുഴപ്പവുമില്ലെന്നും രേണു പ്രതികരിച്ചു.